ഹായ് എല്ലാവർക്കും നമസ്കാരം. സ്വർഗം, നരകം, ഒരു അന്തിമവിധി ഇതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള കാര്യങ്ങളല്ലേ? പക്ഷെ നിങ്ങൾക്കറിയാമോ, ഈ ആശയങ്ങൾക്കെല്ലാം ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ളൊരു വിശ്വാസത്തിൽ വേരുകളുണ്ട്. അതെ, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ ഏകദൈവ മതങ്ങളിലൊന്നായ സൊറോസ്ട്രിയനിസത്തെക്കുറിച്ചാണ്. അതിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഇതിനെ ആശ്രയിക്കുന്നത് എസ്.എ. കപ്പാഡിയയുടെ 1905 ഒരു പഠനമാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഏകദേശം 3500 വർഷം മുൻപ് ഇന്നത്തെ ഇറാൻ ഉൾപ്പെടുന്ന ആ പ്രദേശത്ത് നിലവിലുണ്ടായിരുന്ന ദൈവങ്ങളെയും വിശ്വാസങ്ങളെയും ഒക്കെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരാൾ മുന്നോട്ട് വരുന്നു. അതൊരു സാധാരണ സംഭവമായിരുന്നില്ല, ശരിക്കും ഒരു വിപ്ലവത്തിന്റെ തുടക്കം തന്നെയായിരുന്നു അത്. അപ്പോ ഈ വിപ്ലവത്തിന് പിന്നിൽ ആരായിരുന്നു? അത് ഒരു പ്രവാചകനായിരുന്നു. ആരായിരുന്നു ആ വ്യക്തി? എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം, അദ്ദേഹത്തിന്റെ ദൈവികമായ ദൗത്യം? നമുക്ക് നോക്കാം. അദ്ദേഹം വരുന്നതിന് മുൻപുള്ള ലോകം എങ്ങനെയുള്ളതായിരുന്നു എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതൊരു ബഹുദൈവ വിശ്വാസത്തിന്റെ കാലമായിരുന്നു. ഒരുപാട് ദൈവങ്ങളുള്ളൊരു ലോകം. പണ്ടത്തെ ആര്യൻ ജനതയുടെ ഉയർന്ന തത്വചിന്തകളൊക്കെ ഉണ്ടായിരുന്ന മതം പതിയെ പതിയെ വിഗ്രഹാരാധനയിലേക്കും പിന്നെ പ്രകൃതിയിലെ ഓരോ ശക്തിയെയും ഓരോ ദൈവമായി കണ്ട് ആരാധിക്കുന്ന രീതിയിലേക്കും മാറിയിരുന്നു. അപ്പോ ഇങ്ങനെയൊരു സാഹചര്യത്തിലേക്കാണ് സറാത്തോസ്ത്ര, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് സൊറോസ്റ്റർ എന്ന പ്രവാചകന്റെ വരവ്. അദ്ദേഹം വർഷങ്ങളോളം, ഏകദേശം 30 വർഷത്തോളം ധ്യാനത്തിലായിരുന്നു. അതിനുശേഷമാണ് തന്റെ ദൗത്യവുമായി ജനങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അദ്ദേഹത്തിന് ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണെന്നോ? ഈ പല ദൈവങ്ങളെ ആരാധിക്കുന്ന രീതി നിർത്തി എല്ലാത്തിനെയും സൃഷ്ടിച്ച ഒരേയൊരു ദൈവമായ അഹുറ മസ്ദയെ മാത്രം ആരാധിക്കുന്ന ആ പഴയ ശുദ്ധമായ വിശ്വാസത്തിലേക്ക് തിരികെ പോകുക. അതായിരുന്നു അദ്ദേഹത്തിന്റെ മിഷൻ. ശരി, അപ്പോൾ അദ്ദേഹത്തിന്റെ ലക്ഷ്യം അതായിരുന്നു. ഇനി നമുക്ക് ഈ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളിലേക്ക് കടക്കാം. എന്താണ് ഇവരുടെ ദൈവസങ്കല്പം? പ്രപഞ്ചത്തിലെ ഈ നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടത്തെക്കുറിച്ചൊക്കെ അവരെന്താണ് പറയുന്നത്? നമുക്ക് നോക്കാം. സൊറോസ്ട്രിയൻ വിശ്വാസത്തിൽ ദൈവം ഒന്നേയുള്ളൂ. ആ ദൈവത്തിന്റെ പേരാണ് അഹുര മസ്ദ, അതായത് സർവജ്ഞനായ നാഥൻ. അദ്ദേഹത്തിന് രൂപമോ ആകൃതിയോ ഒന്നുമില്ല. എല്ലാം അറിയുന്ന, നന്മയുടെയും ജ്ഞാനത്തിന്റെയും ഒക്കെ ഉറവിടമായ ഒരേയൊരു ശക്തി. ഇതൊരു പക്കാ മോനോതീസ്റ്റിക്, അതായത് ഏകദൈവ വിശ്വാസമാണ്. പക്ഷേ ഇവിടെയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ആശയം വരുന്നത്. ദൈവം ഒന്നേയുള്ളൂ, ശരി തന്നെ. പക്ഷേ ആ ദൈവത്തിന്റെ സൃഷ്ടിയിൽ തന്നെ 2 വിരുദ്ധ ശക്തികളുണ്ട്. ഒന്ന് നന്മയുടെ ചൈതന്യം, അതിനെ സ്പെൻട്ര മൈന്യൂസ് എന്ന് പറയും. രണ്ടാമത്തേത് തിന്മയുടെ ചൈതന്യം, അതാണ് ആംഗ്രോമൈന്യൂസ്. ഇത് വെളിച്ചവും ഇരുട്ടും പോലെ, അല്ലെങ്കിൽ സത്യവും കള്ളവും പോലെയാണ്. ഈ 2 ശക്തികളും തമ്മിലുള്ള ഒരു നിരന്തര പോരാട്ടം എപ്പോഴും നടക്കുന്നുണ്ട്. ലോകത്തിൽ നമ്മൾ കാണുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും സംഘർഷങ്ങൾക്കും കാരണം ഈ പോരാട്ടമാണെന്നാണ് വിശ്വാസം. അപ്പോ ഇത് കേൾക്കുമ്പോൾ ഒരു സംശയം വരാം. ഇത് 2 ദൈവങ്ങളുള്ളൊരു വിശ്വാസമാണോ? നന്മയുടെ ഒരു ദൈവവും തിന്മയുടെ ഒരു ദൈവവും? അല്ല, അതൊരിക്കലും അല്ല. ഇവിടെ ഒരു കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. തിന്മയുടെ ശക്തിയായ ആംഗ്രോമൈന്യൂസ് ദൈവത്തിന് തുല്യനായ ഒരു എതിരാളിയല്ല, ഒരിക്കലും അല്ല. അത് ഈ സൃഷ്ടിയുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു വിനാശകരമായ ശക്തി മാത്രമാണ്. ഏറ്റവും വലിയ പരമോന്നതമായ ശക്തി എപ്പോഴും അഹുര മസ്ദ തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. ഓക്കെ, അപ്പോൾ ലോകത്ത് ഇങ്ങനെ നന്മയും തിന്മയും തമ്മിലൊരു പോരാട്ടം നടക്കുന്നുണ്ട്. ഇതില് ഒരു സാധാരണ മനുഷ്യന്റെ റോൾ എന്താണ്? നമ്മൾ എങ്ങനെയാണ് ഇതിനെ നേരിടേണ്ടത്? ഇതിലുള്ള ഉത്തരമാണ് സൊറോസ്ട്രിയൻ വിശ്വാസത്തിന്റെ ഏറ്റവും മനോഹരമായ ഭാഗം. അതിന്റെ ഉത്തരം ഈ 3 വാക്കുകളിലുണ്ട്: ഹുമത, ഹുക്ത, ഹുർഷ്ത. അതായത് നല്ല ചിന്തകൾ, നല്ല വാക്കുകൾ, നല്ല പ്രവൃത്തികൾ. കണ്ടോ, എത്ര സിമ്പിളാണ്! ഒരു സൊറോസ്ട്രിയൻ വിശ്വാസിയുടെ ജീവിതം മുഴുവൻ ഈ 3 തൂണുകളിലാണ് കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. കേൾക്കാൻ വളരെ ലളിതമാണെങ്കിലും ഇതിന് ഒരുപാട് ആഴമുണ്ട്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊന്നും വെറുതെ പറയാനുള്ള തത്വങ്ങളല്ല. നമ്മുടെ ചിന്തകൾ എപ്പോഴും നല്ലതായിരിക്കണം, സമാധാനപരമായിരിക്കണം. നമ്മുടെ വാക്കുകൾ സത്യസന്ധമായിരിക്കണം, മറ്റുള്ളവരെ വേദനിപ്പിക്കരുത്. നമ്മുടെ പ്രവൃത്തികളോ? പാവപ്പെട്ടവരെ സഹായിക്കുക, നമ്മൾ ജീവിക്കുന്ന ഭൂമിയെ പരിപാലിക്കുക, കൃഷി ചെയ്യുക. ഇതെല്ലാം ഈ നല്ല പ്രവൃത്തിയുടെ ഭാഗമാണ്. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ഓരോ ദിവസത്തെയും ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കണം. അതുകൊണ്ടുതന്നെ സൊറോസ്ട്രിയനിസം എന്നത് വെറുമൊരു ആത്മീയ പാഠം മാത്രമല്ല. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ, ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഇതിന് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്.
വ്യക്തിശുചിത്വം മുതൽ മൃഗങ്ങളെ എങ്ങനെ പരിപാലിക്കണമെന്നതിനെക്കുറിച്ച് വരെ. ചില ഉദാഹരണങ്ങൾ നോക്കിയാലോ? ശുചിത്വത്തിന് ഭയങ്കര പ്രാധാന്യമാണ്. അതുപോലെ കൃഷി ചെയ്യുന്നത് ഒരു പുണ്യപ്രവൃത്തിയായിട്ടാണ് കാണുന്നത്. മൃഗങ്ങളോട് ദയ കാണിക്കണം, സ്ത്രീകളെ നന്നായി നോക്കണം എന്നൊക്കെ പറയുന്നു. പിന്നെ രസകരമായ ഒരു കാര്യമുണ്ട്. നമ്മളീ പട്ടിണി കടന്നുള്ള ഉപവാസം എടുക്കില്ലേ, അതിനെ ഈ മതം പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം എന്താണെന്നോ, അവരുടെ കാഴ്ചപ്പാടിൽ ആരോഗ്യമുള്ള ഒരു ശരീരവും മനസ്സുമാണ് ഏറ്റവും പ്രധാനം. അതിനെ ദുർബലപ്പെടുത്തുന്ന ഒന്നും ചെയ്യരുത്. മൃഗങ്ങളോടുള്ള അവരുടെ ആ സ്നേഹവും കരുണയും മനസ്സിലാക്കാൻ ഈയൊരു പ്രാർത്ഥന കേട്ടാൽ മതി. ഇതൊരു കുമ്പസാര പ്രാർത്ഥനയാണ്. അതിലൊരു വിശ്വാസി പറയുന്നു, ഞാൻ ഏതെങ്കിലും മൃഗത്തെ അടിക്കുകയോ പീഡിപ്പിക്കുകയോ അന്യായമായി കൊല്ലുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനു ശരിയായ സമയത്ത് വെള്ളവും ഭക്ഷണവും കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ അതിൽ പശ്ചാത്തപിക്കുന്നു എന്ന്. ഒന്നാലോചിച്ചു നോക്കൂ, എത്ര മനോഹരമായ ഒരു ആശയമാണത്. ശരി, അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനി അടുത്ത സ്വാഭാവികമായ ചോദ്യം, മരണശേഷം എന്ത് സംഭവിക്കും? ആത്മാവിന്റെ യാത്രയെക്കുറിച്ച് ഈ വിശ്വാസം എന്താണ് പറയുന്നത്? അവരുടെ വിശ്വാസമനുസരിച്ച് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 3 ദിവസം ആത്മാവ് ആ ശരീരത്തിനടുത്ത് തന്നെ ഉണ്ടാകും. ആ 3 ദിവസങ്ങളിൽ ആ വ്യക്തി ഭൂമിയിൽ ജീവിച്ചപ്പോൾ അനുഭവിച്ച അത്രയും തന്നെ സന്തോഷമോ ദുഃഖമോ വീണ്ടും അനുഭവിക്കും. 4ാമത്തെ ദിവസം നേരം വെളുക്കുമ്പോഴാണ് യഥാർത്ഥ യാത്ര തുടങ്ങുന്നത്, അന്തിമവിധിക്കായുള്ള യാത്ര. ആ യാത്രയുടെ തുടക്കത്തിൽ തന്നെ ആത്മാവിനെ ചിലത് വരവേൽക്കും. ജീവിതം നല്ലതായിരുന്നെങ്കിൽ നല്ല സുഗന്ധമുള്ള ഒരു കാറ്റായിരിക്കും, മോശമായിരുന്നെങ്കിലോ ദുർഗന്ധം വമിക്കുന്ന ഒരു കാറ്റും. ഇനിയാണ് ഏറ്റവും കാവ്യാത്മകമായ ഒരു ഭാഗം വരുന്നത്. ആ യാത്രയിൽ ആത്മാവ് സ്വന്തം മനസാക്ഷിയെ നേരിൽ കാണും. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രവൃത്തികളും ഒരുമിച്ച് നിങ്ങളുടെ മുന്നിൽ ഒരു രൂപമായി പ്രത്യക്ഷപ്പെടുന്നു. നിങ്ങൾ നന്മയാണ് ചെയ്തതെങ്കിൽ അതൊരു സുന്ദരിയായ കന്യകയായിരിക്കും. അതല്ല, തിന്മയാണ് ജീവിതത്തിൽ കൂടുതൽ ചെയ്തതെങ്കിൽ അതൊരു ഭീകരരൂപിയായ സ്ത്രീയായിരിക്കും. അവസാനം ആത്മാവെത്തുന്നത് ചിൻവത് പാലം എന്ന സ്ഥലത്താണ്. ഇതാണ് വിധി നിർണയിക്കുന്ന സ്ഥലം. ഇവിടെ വെച്ച് ജീവിതത്തിന്റെ കണക്കെടുപ്പ് നടക്കും. നല്ല കാര്യങ്ങൾ ചെയ്ത ഒരു പുണ്യാത്മാവിന് ഈ പാലം നല്ല വീതിയുള്ള, എളുപ്പത്തിൽ കടന്നുപോകാൻ പറ്റുന്ന ഒന്നായിരിക്കും. അവർ അത് കടന്ന് സ്വർഗത്തിലെത്തും. പക്ഷേ ഒരു പാപിയുടെ മുന്നിൽ ഇതേ പാലം ഒരു വാളിന്റെ മുന പോലെ നേർത്തതായി മാറും. അവർക്കതിലൂടെ നടക്കാൻ കഴിയില്ല. അവർ തട്ടി താഴേക്ക് വീഴും. ആ വീഴുന്നത് നുണയുടെ ഭവനം എന്ന് വിളിക്കുന്ന നരകത്തിലേക്കായിരിക്കും. അപ്പോ ഇത്രയും പഴക്കമുള്ള, ഇത്രയും ആഴത്തിലുള്ള തത്വങ്ങളൊക്കെ ഉള്ള ഈ വിശ്വാസത്തിന് ഇന്നെന്ത് സംഭവിച്ചു? അതിന്റെ പൈതൃകം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? അതാണ് ദുഃഖകരമായ കാര്യം. ഒരു കാലത്ത് പേർഷ്യൻ സാമ്രാജ്യത്തിന്റെയൊക്കെ ഔദ്യോഗിക മതമായിരുന്നു ഇത്. പക്ഷെ ഇന്ന് ലോകം മുഴുവൻ നോക്കിയാൽ വളരെ കുറച്ച് അനുയായികളേ ഉള്ളൂ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം ഇന്ത്യയിലുള്ള പാഴ്സികളാണ്. നിങ്ങൾക്കറിയാലോ, ടാറ്റ, ഗോദ്രേജ് പോലുള്ള വലിയ വ്യവസായങ്ങളൊക്കെ കെട്ടിപ്പടുത്തത് അവരാണ്. അപ്പോ എണ്ണത്തിൽ വളരെ കുറവാണെങ്കിലും സമൂഹത്തിന് അവർ നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. അപ്പോ നമ്മളിത് അവസാനിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടുതരികയാണ്. ഒന്നാലോചിച്ചു നോക്കൂ, നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം, സ്വർഗം, നരകം, ഒരു അന്തിമ വിധി ദിവസം, ഒരു രക്ഷകൻ വരുമെന്നുള്ള വിശ്വാസം. ഈ ആശയങ്ങളെല്ലാം വളരെ വ്യക്തമായി ലോകത്തിനു മുന്നിൽ ആദ്യമായി അവതരിപ്പിച്ച മതങ്ങളിലൊന്ന് സൊറോസ്ട്രിയനിസമാണ്. അങ്ങനെയെങ്കിൽ ഈ പുരാതന വിശ്വാസം അതിനുശേഷം വന്ന വലിയ ലോകമതങ്ങളെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ടാവാം? ഇതൊരു പക്ഷേ നമ്മൾ അത്രയൊന്നും ചിന്തിക്കാത്തൊരു കാര്യമാണല്ലേ?